ഹോട്ടലാണെന്ന് കരുതി ഒരു ബാർബർ ഷോപ്പിൽ കയറിയ വൃദ്ധൻ. എന്തുണ്ട് അപ്പോൾ ബാർബർ, കട്ടിങ്ങും ഷേവിങ്ങും. അപ്പോൾ വൃദ്ധൻ, രണ്ടും ഓരോ പ്ലേറ്റ് പോരട്ടെ. എടാ ഇത്രയും ചിരിക്കാൻ അറിയാവുന്ന ഒരുത്തനാണോ ഈ ടാങ്കണൊക്കെ ഇങ്ങനെ ആക്കിയത്? ഒക്കെ എടുത്തിട്ടിരിക്കും കേട്ടോ. അതിനൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഈ സോങ് വീഡിയോ കണ്ടിട്ടുണ്ടോ? ഒറിജിനൽ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് സാർ. ശരിക്കും കണ്ടിട്ടുണ്ടോ? ലാലേട്ടൻ എങ്ങനെയാണ് ആ പാട്ടിൽ നിന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ഇപ്പൊ ഇവര് ഡാൻസേഴ്സിന്റെ എനർജി കണ്ടോ ബാക്കില്? നമ്മൾ പെർഫോം ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇതൊരു സെലിബ്രേഷൻ റൗണ്ട് എന്നുള്ളതും കൂടെ അതൊരു ആഡഡ് ബോണസ് ആവും നമുക്ക്. ശരിക്കും ഇപ്പം ശരത്തേട്ടൻ പറഞ്ഞ പോലെ എനർജി വരുന്നത് ഓൾസോ ഇപ്പം നീ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് മറ്റേ എന്താണ് അമ്പലപ്പുഴ പാടാൻ പോണ പോലെയാണ് ഇപ്പം നിൽക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ ലാലേട്ടൻ്റെ ആകെ ഒരു എനർജി ഞാൻ പറഞ്ഞ ആ ഒരു സോങ്ങിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മുണ്ട് മടക്കി കുത്തി. അപ്പൊ ഇടയ്ക്കൊരു അങ്ങനത്തെ ഒരു ചില ഗിമിക്സ് ഒക്കെ ആവാം. എന്റർടൈൻമെന്റിന്റെ ഒരു ഭാഗമാണ് അതൊക്കെ. നമുക്ക് ഒരു പെർഫോമർ എന്നുള്ള പെർഫോം ചെയ്യുമ്പോൾ അത് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് നാച്ചുറലായിട്ട് വരണം. പക്ഷെ അത് വന്നോളും. പക്ഷെ അതൊരു എനർജിയും കൂടി തരും നമുക്ക്. അപ്പോൾ അതിൻ്റെ ആ ഫ്ലോയിലും ആ മൂവ്മെന്റും കുറച്ചൊക്കെ ഇപ്പോൾ എന്താണ് ബല്ലെ 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 അതിനൊരാൾ അവിടെ സൈഡിൽ നിന്ന് പാടേണ്ട ആവശ്യമില്ല, നീ തന്നെ പാടാതെ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നീ തന്നെ അങ്ങനത്തെ ആക്ച്വലി കറക്റ്റാ പറഞ്ഞത്. നിനക്ക് പാടായിരുന്നത് അവിടെ ഇതിപ്പോ നമ്മള് മറ്റേ പണ്ടത്തെ കാലമല്ല, നമ്മള് കോറസ് സിംഗേഴ്സ് ബാക്കിലുണ്ട്, അവര് പാടുന്നത് അവര് പാടിക്കോളും, നമ്മള് ഈ പാട്ടിന്റെ ഈ ഭാഗങ്ങൾ മാത്രമേ പാടുള്ളൂ, അങ്ങനെയൊന്നും ഇല്ല സംഭവം. ഇത് തന്റെ ഇയാളുടെ പെർഫോമൻസ് ആണത് അല്ലേ? സോ യു ഹാവ് ടു ടേക്ക് ഫുൾ ചാർജ് അതിൽ. അപ്പോ ഏതാങ്കനക്ക അപ്പൊ ആ ത്രോ വരണമെങ്കിൽ നമ്മള് വെറുതെ ഏതാങ്കനക്ക ഞാൻ പാടിയാലും അതുപോലെ തന്നെ ഇരിക്കുള്ളൂ. പക്ഷെ നമ്മളിങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ യു ഹാവ് ടു ഗെറ്റ് ഇൻ ടു ദ ക്യാരക്ടർ.